ഖാല സയ്യിദിന വ മൗലാന അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ലാ മത്മഅ അലിഅഹദിൻ ഫീ മറാത്തിബി അസ്ഹാബിന, ഒരാൾക്കും നമ്മളെ മുരീദന്മാരുടെ മർത്തബ കൊതിക്കാൻ സാധിക്കൂല. എൻ്റെ മുരീദന്മാരുടെ മർത്തബ കിട്ടണമെന്ന് ഒരാൾക്കും കൊതിക്കാൻ സാധിക്കൂല. ഹത്താ അഖ്താബിൽ അക്കാബിർ, ഈ ഉമ്മത്തിലെ ഉന്നതരായ കുത്തുബുകളാണെങ്കിൽ പോലും അവർക്ക് എൻ്റെ മുരീദന്മാരുടെ സ്ഥാനം കിട്ടൂല. മാ ആദ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ സഹാബാക്കൾ മാത്രമേ അവർക്ക് എക്സെപ്ഷൻ ഉള്ളൂ. സഹാബാക്കൾ നമ്മളെ തിജാനികളെക്കാളും മുകളിലായിരിക്കും. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഉമ്മത്തിൽ ഒരു കുത്തുബിനും തിജാനികളുടെ മഹത്വം ഉണ്ടാവില്ല. ഒരു തിജാനി മുരീദിൻ്റെ മഹത്വം പറയുന്നത്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ മഹത്വമല്ല. ഒരു തിജാനിൻ്റെ മുരീദിൻ്റെ മഹത്വത്തിൽ വരെ ഈ ഉമ്മത്തിൽ അഖ്താബീങ്ങളായ കുത്തുബുകളായ ആളുകൾക്ക് വരെ അതിലേക്ക് എത്താൻ പറ്റൂല. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ഇവർ ഈ ഔലിയാക്കന്മാരുടെ അടുത്ത് സിയാറത്ത് പോകുന്നത്? നമുക്ക് എന്ത് കിട്ടാനാ? വഖാല, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ എന്നെ പറഞ്ഞു, ലൈസ ലിവാഹിദിൻ മിനർ റിജാൽ, അള്ളാന്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾപ്പെട്ട ഒരാളും ഇല്ല, അയ്യുദ്ഖില ഖാഫത അസ്ഹാബിൽ ജന്ന, അവരുടെ മുരീദന്മാരെ മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായിട്ട്, ബിഗൈരി ഹിസാബിൻ വലാ ഇഖാബ്, ഒരു ചോദ്യം ചെയ്യലോ ശിക്ഷയോ ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട് മുരീദന്മാരുള്ള ഒരു ശൈഖും ഇല്ല. വലോ അമിലൂ മിൻ ദുനൂബി മാ അമിലൂ, അവരിനി എന്ത് തന്നെ തെറ്റ് ചെയ്താലും ശരി, വബലഊ മിനൽ മആസി മാ ബലഊ, അവർ എത്ര തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും ശരി, ഇല്ല അന വാഹിദി, ഞാനല്ലാതെ. അതായത് ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിൻ്റെ മുരീദന്മാരെ മുഴുവൻ ഒരു ചോദ്യവും ചെയ്യാതെ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. മാത്രമല്ല, അവരിനി എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റൊന്നും മൈൻഡ് ചെയ്യപ്പെടുന്നില്ല. അവരെത്ര മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താലും അതൊന്നും നോക്കുന്നില്ല, അല്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. വേറൊരു ഷെയ്ഖിന് അങ്ങനെ ഒരു മഹത്വം അല്ലാഹു കൊടുത്തിട്ടില്ല. എൻ്റെ മുരീദന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു മഹത്വമുള്ളൂ. എനിക്ക് മാത്രം അല്ലാഹു അങ്ങനത്തെ മഹത്വം തന്നുള്ളൂ. എൻ്റെ മുരീദന്മാർ മുഴുവൻ ഒരു ചോദ്യവുമില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ അവരെന്ത് തന്നെ തെറ്റ് ചെയ്താലും എത്ര മോശപ്പെട്ടവരാണെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നുള്ള എൻ്റെ മാത്രം മഹത്വമാണ്. വേറെ ആർക്കും അങ്ങനെ മഹത്വം ഉമ്മത്തിൽ അള്ളാഹു കൊടുത്തിട്ടില്ല. എത്രത്തോളം വലിയ മഹത്വമാണ് അത്! ഇന്ന് എന്ത് ചെയ്താലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതിന് കണ്ടീഷൻ ഉണ്ട്. അവർ എന്താവണം? അവർ അള്ളാഹിൻ്റെ മക്കളെന്നെ സൂക്ഷിക്കുന്നവരാവണം. അതായത് എനിക്കെന്തും ചെയ്യാം, ഞാൻ തിജാനിയാണ്, അങ്ങനെ തോന്നിയ അതുപോലെ നടക്കുന്ന ആൾക്കാരല്ല. എന്നാൽ തിജാനിയാണ്, തെറ്റ് പറ്റിപ്പോകുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ട്, വീണ്ടും തെറ്റ് പറ്റിപ്പോകുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ട്, സാറില്ല. അവരെത്ര തെറ്റ് പറ്റി വന്നവരാണെങ്കിലും അവന് ശാപവും ചോദ്യവും ശിക്ഷയും ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും. അത് വേറൊരു വലിയ അള്ളാഹു അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. മൊയ്തീൻ ശേഖിനെ പറ്റി നമ്മൾ പറയാറില്ലേ, എൻ്റെ മുരീദാർ നരകത്തിലില്ല എന്ന് പറയലുള്ളൂ. നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തും, ബാക്കിയൊന്നും നമുക്ക് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. എന്നാൽ അഹമ്മദ് തങ്ങൾ അങ്ങനല്ല പറഞ്ഞത്. ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ, ശിക്ഷയില്ലാതെ, ഒന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അത് അഹമ്മദ് തങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്നെ പറഞ്ഞു, വഖാല അൽ ബൈളതു മിന്ന, നമ്മളെ കോയിമുട്ട, അതായത് നമ്മളെ കൂട്ടത്തിലുള്ള കോയിമുട്ട എന്ന് പറഞ്ഞാൽ ഫത്ഹാവാത്ത മുരീദ്, നമ്മളെ കൂട്ടത്തിലുള്ള ഫത്ഹാവാത്ത ഒരു മുരീദ്, ബി അൽഫി ഫർഹിൻ, അവർ 1000 കോഴിക്കുഞ്ഞുങ്ങളെ പോലെയാണ്. അതായത് മറ്റുള്ളവരിൽ ഫത്ഹായ 1000 ആളുകൾക്ക് തുല്യമാണ് തിജാനിയായ ഫത്ഹാവാത്തൊരു സാധാ മുരീദ്. അങ്ങനെ ഉണ്ടാവില്ല, ബയ്യത്തൊക്കെ ചെയ്ത് ദിക്ർ കൊണ്ടെടുക്കണുള്ളൂ, വേറെ ഒന്നുമില്ല, അവർക്ക് അള്ളാഹിനെ അറിയില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ ആ ഒരാൾ മറ്റു ത്വരീഖത്തിലുള്ള 1000 ആരിഫീങ്ങളെക്കാളും മഹത്തുള്ള ആളാണ്. വൽ ഫറഹു ലാ യുകവ്വം, എന്നാൽ നമ്മുടെ ത്വരീഖത്തിൽ ആരെങ്കിലും ഫത്ഹായാൽ, ആരെങ്കിലും അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ടാൽ അവന് വേറെ മറ്റു ത്വരീഖത്തുകളിൽ കമ്പാരിസൺ പോലും ഇല്ല. അതിന് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ആരും ഉണ്ടാവില്ല. വേറെ മൊത്തം ആരിഫീങ്ങളെ മൊത്തം ഒരുമിച്ച് കൂട്ടിയാലും ഇവനോട് കമ്പാരിസൺ പറ്റൂല. അതിന് വിശദീകരിക്കുകയാണ് ശൈഖ് അവറുകൾ. യാനി, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അൽ ആമിയു മിൻഹു മിനൽ ഫുഖറ, തിജാനികളിൽപ്പെട്ട ആമായ പൊതുവായ ആളുകൾ, യഅദിലു അൽഫ മഫ്തൂഹുൻ അലൈഹി മിൻ ഐരിഹിം, മറ്റു ത്വരീഖത്തിലുള്ള 1000 ഫത്ഹായ ആളുകളെക്കാളും മഹത്തുള്ള ആളാണ് ഒരു സാധാരണ ഒരു തിജാനി. അപ്പം മഫ്തൂഹുൻ അലൈഹി മിൻഹും, തിജാനികളിൽ തന്നെ ഫത്ഹായ അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ എന്ന് പറയുന്നത് ലാ യുഖവ്വമു ബിജമീഇൽ മഫ്തൂഹീന അലൈഹിം, മറ്റുള്ള ത്വരീഖത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടിയാലും ഈ ഒരു ഫത്ഹ് എത്തിച്ച ഒരാളെ മഖാമിലേക്കാവില്ല. ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ എന്നെ പറഞ്ഞു, തായിഫത്തു മിൻ അസ്ഹാബിന, എൻ്റെ അസ്ഹാബിങ്ങളിൽ, എൻ്റെ കൂട്ടക്കാരിൽ
എൻ്റെ മുരീദന്മാരിലൊരു കൂട്ടുണ്ട്, എൻ്റെ മുരീദന്മാരിലൊരു വിഭാഗമുണ്ട്. ലവിജിത്തമ അഖ്താബുൽ ഉമ്മത്തി കുല്ലഹ, ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാ അഖ്താബികളെയും ഒരുമിച്ച് കൂട്ടിയാൽ, ഉമ്മത്തിലെ അഖ്താബിങ്ങൾ ആരാണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി, അബുൽ ഹസൻ ഷാദുലി, ബഹുമാനപ്പെട്ട ബഹായുദ്ദീൻ നക്ഷബന്ദി, അഹമ്മദ് അൽ ബദവി, ഇബ്രാഹിം ദസൂഖി, അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്താമി, ജുനൈദ് അൽ ബഗ്ദാദി, അങ്ങനെ തുടങ്ങിയ വലിയ 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 അകാബിരിയങ്ങളായ ആൾക്കാർ, അവരെ മുഴുവൻ നമ്മളൊരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി. എന്നാൽ എൻ്റെ സ്വഹാബാക്കൾപ്പെട്ട എൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ചെറിയൊരു വിഭാഗത്തിനെയും ഒരുമിച്ച് കൂട്ടി. അവർ പ്രത്യേക വിഭാഗം, എല്ലാവരും എല്ലാ കൂട്ടം, ഒരു പ്രത്യേകമായൊരു കൂട്ടം ഒരുമിച്ച് കൂട്ടി. വമാ വജനു ഷഅറത വാഹിദി മിൻഹും, എന്നിട്ട് ആ വിഭാഗത്തിലുള്ള ഒരാളുടെ ഒരു 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 പിന്നെ രോമം എടുത്തു. ആ ആളെ എടുക്കുന്നില്ല, ആ ആളുടെ രോമം എടുത്തു, എന്നിട്ട് തുലാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു. ഈ ഉമ്മത്തിൽ അഖ്താബികൾ മുഴുവൻ മറുഭാഗത്തും വെച്ചാൽ ഈ രോമായിരിക്കും അള്ളാഹിൻ്റെ അടുക്കൽ കൂടുതൽ തൂങ്ങുക. എൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, ആ കുറച്ച് ആൾക്കാരുടെ രോമം, അതിൽ നിന്നുള്ള ഒരാളുടെ രോമം എടുത്തൊരു ഭാഗത്തും, ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഉമ്മത്തിലെ കുത്തുബുകളെ മുഴുവനും വെച്ചാലും ഈ രോമായിരിക്കും അള്ളാഹിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനം ഉണ്ടാവും. ഈ ബഹുമാനപ്പെട്ട സയ്യിദിന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു കത്തിൽ പറയുന്നത് കാണാം, ഒരാളെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഈ കൂട്ടം ഉണ്ടല്ലോ, അഹമ്മദ് ജാൻ തങ്ങൾ പറഞ്ഞ ഒരു കൂട്ടം, ആ കൂട്ടത്തിൽ പെടണോ നിങ്ങൾ, എൻ്റെ ഫൈദ സ്വീകരിച്ചോളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിജാനി ഫൈദൻ്റെ ഒരു കൂട്ടമാണത് എന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫൈദ തഹഖഖൽ മുഷ്ഫിഖു അലാ നഫ്സി, ആരെങ്കിലും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ ഉള്ളവരാണെങ്കിൽ, അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണെങ്കിൽ, അന്ന കുല്ല വാഹിദി മിൻ അസ്ഹാബി സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, കുല്ല വാഹിദി മിൻ അസ്ഹാബി സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ മനസ്സിലാക്കണം, സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അസ്ഹാബുകൾ മുരീദന്മാരിൽപ്പെട്ട ഓരോരുത്തരും ലഹു ഖദമുൻ സഹീഹും മിനൽ വിലായത്തിൽ ഖുസൂസിയ്യത്തി അൽ മഹബൂബിയ, അവർക്ക് പ്രത്യേകമായ വിലായത്തിൻ്റെയും മഹബൂബിയത്തിൻ്റെയും സ്ഥാനമുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടവരാണെങ്കിൽ മനസ്സിലാക്കണം, സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദന്മാരിലെ പ്രത്യേകക്കാരൊക്കെ പ്രത്യേകമായ വിലായത്തുള്ളവരും അള്ളാഹിന്റെ അടുക്കൽ മഹബൂബിയത്തിൻ്റെ സ്ഥാനെത്തിച്ചവരുമാണ്. യഖ്ത അൻഹു കുല്ലൽ അലായിക ബിഐരി ഷെയ്ഖ്, ആ ഷെയ്ഖ് അല്ലാത്ത എല്ലാ ബന്ധങ്ങൾ തൊട്ടും അള്ളാഹു അവരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ബിഹൈസു യുനസ്സിലു ജമീഅൽ ഹവായിജിഹി വ ഹവായിജി അഹ്ലി അഹ്ബാബിഹി ഫീ റഹ്ലിഹി വ ഫീ റഹ്ലി ഖാസത്തിഹി, എത്രത്തോളം എന്നാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും, ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും അതൊക്കെ തന്നെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അവിടുത്തെ പിന്തുടരുന്ന ആളുകളും ചുമക്കുന്നുണ്ട്.